ആപ്കെ അദാലത്തിൽ റൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ശശി തരൂരിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം മനസ്സ് കൊള്ളയടിക്കുന്ന ഒരു വ്യക്തിയാണ്. ശശി, ഇപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി പറയാറുണ്ട് ഞാൻ പ്രേമത്തിന്റെ കട തുറന്നിരിക്കുകയാണെന്ന്. ജനങ്ങൾ പറയുന്നു ശശി തരൂർ അത് എപ്പോഴോ തുറന്നല്ലോ എന്ന്. അതുപോലെ എവിടെയൊക്കെ ശശി തരൂർ പോകുന്നുവോ അവിടെ ജനം കൂടുന്നു. അക്കാലങ്ങളിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ലൈഫ് ബോയ് ഉള്ളിടത്ത് ആരോഗ്യം കാണുമെന്ന്. ഇവർ പറയുന്നത് ശശി തരൂർ ഉള്ളിടത്ത് സ്ത്രീകൾ കാണുമെന്ന്. ലോകത്തിൽ 50% മേലെയുള്ള പോപ്പുലേഷൻ ലേഡീസാണ്, പെണ്ണുങ്ങളാണ്. അവരെല്ലാം നമ്മൾ ബഹുമാനത്തോടെയാണ് കാണേണ്ടത്. അവരെ കാണണം, കണ്ട് സംസാരിക്കണം, നമ്മൾ ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കണം. അവരെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, അവരോട് താങ്കൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പാർലമെന്റിന്റെ ഗേറ്റിൽ വെച്ച് താങ്കൾ ആരെയെങ്കിലും, അതായത് ഒരു ലേഡിയെ, ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കുക? കണ്ടില്ലേ, ഞാൻ പറയട്ടെ, ഒരു മന്ത്രിയാണ്, ഇങ്ങനെയൊന്നും ആരോപിക്കല്ലേ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നത് താങ്കൾ അവരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നാണ്. ചിലപ്പോൾ ഞാൻ ചോദിച്ചു കാണും, അത് ഓർഗൻ ഡൊണേഷനെ പറ്റി നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇനിയും പാർലമെന്റിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടാകും. അത് പാർലമെന്റാണ്, പാർലമെന്റ് റിലേറ്റഡ് സംസാരമാണ് അവിടെ നടക്കുന്നത്. പാർലമെന്റിന്റെ ഉള്ളിലിരുന്ന് താങ്കൾ എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നതും കാണിക്കാൻ പോവുകയാണ്. സുപ്രിയ സുലെയുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഫോട്ടോസ് എല്ലാം ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. ഫറൂഖ് സാർ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുപ്രിയ അടുത്ത് സംസാരിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയായിരുന്നു, പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു. ഫറൂഖ് സാബ് എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്ക് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് പോയി കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ലവണ്ണം കേൾക്കാൻ വേണ്ടി. ശരി, പാർലമെന്റിലുള്ള ആ ഫോട്ടോ മിസ്ലീഡ് ചെയ്തു, അതുപോലെ ജനങ്ങളുടെ കമന്റ് എല്ലാം തെറ്റാണെന്ന് വെക്കാം. പക്ഷേ താങ്കൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കല്യാണ ചെറുക്കൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നോക്ക്, ഞാൻ തലയിൽ ഒന്നും കെട്ടിയിട്ടല്ല പോയത്. ഞാൻ അവിടെ ചെന്ന് എത്തിയപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ നടന്നു വരികയായിരുന്നു. ആ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നാണ് എൻ്റെ തലയിൽ ഈ സാധനം കെട്ടിവെച്ചിട്ട് താങ്കളെ കല്യാണ ചെറുക്കനാക്കി. ഇല്ലില്ല, എല്ലാ അതിഥിയും അത് ടർബൻ തലയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് താങ്കൾ തന്നെ പറയൂ, ഈ ഫോട്ടോയിൽ താങ്കളുടെ അടുത്തിരിക്കുന്നത് ഗീതാഞ്ജലി ശ്രീയാണ്. അവരൊരു റൈറ്ററാണ്. അവരോടൊപ്പം ലണ്ടനിൽ താങ്കൾ സ്ട്രോബെറി ഊട്ടി വിടുകയാണ്. അതോടൊപ്പം സ്ട്രോബെറി ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കമന്റിൽ എഴുതിയിരുന്നു, അത് എന്താണെന്ന് വെച്ചാ നഗരം കത്തി എരിയുമ്പോൾ തരൂറിന്റെ ശരീരം ചൂടാകുന്നുവെന്നും. എഴുതുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം കോൺഗ്രസ് ലീഡേഴ്സിന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. അവര് പോലീസുകാരുടെ അടുത്തു നിന്ന് അടി വാങ്ങിക്കുന്നു. നോക്കൂ, അവരടി വാങ്ങിച്ച് വേദനിക്കുമ്പോൾ ഇദ്ദേഹം സ്ട്രോബെറി കഴിച്ച് സന്തോഷിക്കുന്നു. പക്ഷേ ഞാനും ഇങ്ങനെയുള്ള കുറേ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അറിയില്ല ഇത് എന്നെടുത്ത ഫോട്ടോ ആണെന്ന്. ഞാൻ ചിലപ്പോൾ ലണ്ടനിൽ ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കും. ഞാൻ അവിടെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ ഒരു RJയുടേതാണ്, RJ റേഡിയോ മിർച്ചി. അത് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നല്ല മറുപടിയാണ് ഈ RJ കൊടുത്തത്. പിന്നെ ഈ RJ ഇന്റർവ്യൂ ചെയ്തത് റേഡിയോയ്ക്ക് വേണ്ടിയാണ്. അവരുടെ റെക്കോർഡർ ഞങ്ങൾ രണ്ടുപേരുടെ നടുവിലായിരുന്നു. അവരാണ് പറഞ്ഞ അടുത്ത് വന്നിരിക്കെ സൗണ്ട് ക്ലാരിറ്റി കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി. താങ്കളോടല്ലേ എല്ലാവരും അടുത്ത് വന്ന് ഇരിക്കാൻ പറയാറുള്ളത്? നിങ്ങൾ രജത്, നിങ്ങൾക്കിത് നല്ലവണ്ണം അറിയാം ഇന്റർവ്യൂവർ എന്താണ് പറയുക. നിങ്ങൾ എന്നോട് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുക, ഞാൻ ഇവിടെ വന്നിരുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. പക്ഷേ ഈ ഫോട്ടോയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അതപ്പോ അവരുടെ രാജ്യമാണ്. ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അപ്പോൾ വന്ന ഒരു കമന്റ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം.
നീ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇവരോടൊപ്പമുള്ളപ്പോൾ നീ ലോകം തന്നെ മറക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതും കൂടെ പറയും. ആരെങ്കിലും എന്നെ ട്രോളാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ട്രോളാം. കാരണം ഞാൻ രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതങ്ങ് ശരിയാകും. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ചിന്തിക്കണ്ടേ? അതും ആരുടെയെങ്കിലും മകളായിരിക്കും, ആരുടെയെങ്കിലും വൈഫായിരിക്കും, ആരുടെയെങ്കിലും ഗേൾഫ്രണ്ട് ആയിരിക്കും. അവരുടെയും ജീവിതമാണ്, അവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇത് ശരിയാണോ അവരുടെ മേലെ ഇങ്ങനെയൊക്കെ? എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പോസൊക്കെ കൊടുക്കുന്നത്? ഇത് ഞാൻ എടുത്ത ഫോട്ടോ അല്ല, ഇത് വേറെ ആരോ എടുത്തതായിരിക്കാം. ഇല്ല, ഇത് RJ തന്നെ എടുത്തിട്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെ ട്വീറ്റ് ആയ ഫോട്ടോയാണിത്. നാച്ചുറലി അവർക്ക് പബ്ലിസിറ്റിയാണ് വേണ്ടത്, അവരുടെ റേഡിയോ ഇൻ്റർവ്യൂക്ക് ബാക്കിയുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനർത്ഥമില്ല ഞാൻ ഫോട്ടോ അവരോട് ചോദിച്ചു എന്ന്. ആക്ച്വലി ഇതുവരെ കൂടുതൽ ആൾക്കാർ എന്നോടാണ് ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാവോന്ന്. ഇത് സത്യം തന്നെയാണ്. എവിടൊക്കെ താങ്കൾ പോകുന്നുവോ, ചെന്നൈയിൽ താങ്കൾ പോകാറുണ്ട്, കൊൽക്കത്തയിൽ പോകാറുണ്ട്, എവിടെ പോയാലും ലേഡീസാണ് താങ്കളോടൊപ്പം ഫോട്ടോ എടുക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് അവരോടല്ലേ ചോദിക്കേണ്ടത്, എന്നോട് വന്ന് എന്തിനാ ഈ ചോദിക്കുന്നത്? ഓക്കെ ശശി, നമ്മൾ കുറച്ച് തമാശന് വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇതെല്ലാം സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. സുനന്ദ പുഷ്കറിനോടൊപ്പം എല്ലാവർക്കും അറിയാം, നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ കാരണം പല കുറ്റാരോപണങ്ങളും താങ്കളുടെ മേൽ ചുമത്തപ്പെട്ടു. മോദി സാറേ ഒരിക്കൽ പറഞ്ഞു 70 കോടി ഗേൾ ഫ്രണ്ട്സ് എന്ന്. ഒപ്പം മറ്റു ചിലരും പറഞ്ഞു ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് വെറും അറേഞ്ച്മെന്റ് ആണ്. ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്ത് റിലേഷൻഷിപ്പ് ആയിരുന്നു? നോക്കൂ, വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു റിലേഷൻ ആയിരുന്നു. എങ്ങനെ അറേഞ്ച്മെന്റ് വരും? കാശ്മീരി പണ്ഡിറ്റും ഒരു കേരള നായരുമായിട്ട് ഇത് ഞങ്ങൾ കണ്ടു, സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. പിന്നെ വളരെ വിഷമമുള്ള കാര്യമാണ്, ഒരാൾ മരിച്ചു പോകുമ്പോൾ കുറച്ചു പേരത് രാഷ്ട്രീയത്തിൽ ദുരുപയോഗം ചെയ്യാൻ നോക്കി. അത് വളരെ മോശമായി പോയി. നിങ്ങൾക്കും ഇതറിയാവുന്നതാണ്. ഈ വിഷയം കോടതി വരെ എത്തി. കുറേ വർഷം അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. കോടതി എറിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതെന്ത് മണ്ടത്തരമാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ല. ഇത് ആത്മഹത്യയാണോ അല്ല വേറൊരു തെളിവില്ല. ഇത് കൊലപാതകമാണോ? പിന്നെ കോടതി പറഞ്ഞ് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്നെ ഇന്നസെന്റ് ആയിട്ട് ഞാൻ തെളിയിക്കേണ്ടി വന്നു, ഞാൻ നിരപരാധിയാണെന്ന്. ഞാൻ പറഞ്ഞത് കേസേ അല്ല, കേസ് തന്നെ മൊത്തത്തിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ്. ശശി, ഒരാൾക്ക് സ്കോളറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പബ്ലിക് ലൈഫ് ഉണ്ട്, നല്ല റെസ്പെക്റ്റ് ഉണ്ട്, ജനങ്ങളുടെ സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ഭാര്യയെ കൊന്ന കുറ്റം ആരോപിച്ചാൽ, കൊല ചെയ്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും? എന്നെ അറിയാവുന്ന ആൾക്കാർ, അവർക്കറിയാം ഞാൻ ആരോടും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. ആരോടും, എൻ്റെ കുട്ടികളെ പോലും ഒരിക്കലും കൈകൊണ്ട് അടിക്കാറേയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാള്, എല്ലാവരും എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെല്ലാം എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നടക്കില്ല, നടക്കാനേ സാധ്യതയില്ല. അവരുടെ ബ്രദേഴ്സ്, 2 ബ്രദേഴ്സ് ഉണ്ട്, മകൻ, ഒരേ ഒരു മകൻ, എല്ലാവരും എൻ്റെ കൂടെയാണ് താമസിച്ചത്. കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന്. പക്ഷേ പുറത്തുള്ളവർ, എന്നെ അറിയാത്തവർ, അവരെ അറിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ അവസരമായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ വളരെ മോശമായി പോയി. ജനറലി സ്പീക്കിംഗ്, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു സമയത്ത് ജനങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ അവരുടെ സ്വകാര്യ ജീവിതം അവർക്കുണ്ടാവും. അതിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് ഇടപെടുക അത്ര നല്ല കാര്യമല്ല, ശരിയാവില്ല. അത് കുറേ നടന്നിട്ടുണ്ട്. വാജ്പേയി സാറിനെ പറ്റി, പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിനെ പറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ, TV-യിൽ, റേഡിയോയിൽ ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നമ്മുടെ കൾച്ചർ ചേഞ്ചായി മോശമായിട്ട്. നോക്കൂ, ആപ്കി അദാലത്തിൽ ഞാൻ സാധാരണ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ഞാൻ മനഃപൂർവ്വമാണ് ചോദിച്ചത്, താങ്കൾ പബ്ലിക്കിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. കാരണം ഇഷ്ടത്തിന് സംസാരിച്ചു, കുറ്റങ്ങൾ ആരോപിച്ചു, താങ്കൾക്കും അവർക്കും ഏതോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏർപ്പെട്ടതായിട്ട്. അങ്ങനെയല്ല, ഞങ്ങളുടെ 2 പേരുടെ നടുവിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അവരുടെ ട്വീറ്റ്സ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം.
ഒരു ദിവസം സ്നേഹത്തോടുകൂടി എന്തെങ്കിലും ഒരു ട്വീറ്റ് ഇടും, അടുത്ത ദിവസം വേറെ എന്തെങ്കിലും എഴുതും. തീർച്ചയായും അവരെ പോലെ വേറെ ആരും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എന്താ സുഖമില്ലാത്ത ലേഡിയായിരുന്നു. അതിനോട് ശരിക്കും നമുക്ക് സിമ്പതിയാണ് തോന്നേണ്ടത്. ഞാൻ ശരിക്കും പാർലമെന്റിൽ പറഞ്ഞിരുന്നു മെന്റൽ ഹെൽത്ത് ബില്ല് വന്നപ്പോൾ. അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സിമ്പതി കാണിക്കും, കാരണം നമുക്ക് കാണാൻ പറ്റും കാലൊടിഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മൾ ആരുടെയെങ്കിലും മനസ്സുടഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ സിമ്പതി കാണിക്കാറില്ല, കാരണം നമുക്കത് കാണാനായിട്ട് പറ്റുന്നില്ല. അവരാണ് അത് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് അത് അനുഭവിക്കുന്നത്. വിഷമമുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഇവരെ ഇങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്തത് വളരെ മോശമാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, എൻ്റെ 15 വർഷത്തെ എൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ആരോടും ഇങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ആരോടും എനിക്ക് ആരോടെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. പക്ഷേ ഞാൻ പൊളിറ്റിക്സും പേഴ്സണലും തമ്മിൽ മിക്സ് ചെയ്യാറില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഇതേപോലെ 2-3 ആൾക്കാരുണ്ട്. അവരോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനേ പറ്റില്ല. അവരുടെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, അവരുടെ കോണ്ടാക്ട്സ് അവർ കള്ളമാണെന്ന് പറയുന്നതെന്ന് അറിഞ്ഞാൽ പോലും, പക്ഷേ കള്ളമാണെന്ന് അവർ പറയുന്നതെന്ന് അറിഞ്ഞാലും നോട്ട് പോസിബിൾ ടു ഫർഗെറ്റ് ഇറ്റ്. എല്ലാം മീഡിയയിൽ വന്നിരുന്നല്ലോ. അവരൊക്കെ കള്ളം പറയുകയാണെന്ന് താങ്കൾക്കും അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിന് ഉത്തരം നൽകിയില്ല? നോക്കൂ, അപ്പോൾ അവിടെ എനിക്കറിയാം സർക്കാർ നമ്മുടേതല്ല, പോലീസ് വേറെ ആരുടെ കയ്യിലാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കും. ലോയേഴ്സ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് പോലീസിനോട് പറയും, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതിയോട് പറയാം. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ തീർച്ചയായും മാധ്യമങ്ങളോടൊന്നും പറയാൻ പാടില്ല, കാരണം പറഞ്ഞാൽ അത് വിവാദമായിട്ട് മാറും. എനിക്കിന്ന് വരെ ഞാൻ ഒരിക്കലും ഇത് 100% കൺവിൻസ് ആയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ലോയേഴ്സ് ഇപ്പോഴും എന്നോട് പറയുന്നത്, നിങ്ങളത് പറയാതിരുന്നത് നന്നായി. മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കിയില്ല. അവസാനം നിങ്ങൾ ആ പോലീസിന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ അവർ തന്നെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും 100% കോപ്പറേഷൻ ആയിരുന്നു. അവരെന്തൊക്കെ ചോദിച്ചു അതെല്ലാം ഞാൻ കൊടുത്തു. അവരൊരു സർപ്രൈസ് റെയ്ഡ് നടത്തി. എൻ്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എല്ലാം എടുത്തോണ്ട് പോയി. എൻ്റെ കൂടെയുള്ളവരുടെ ലാപ്ടോപ്പ് അവരെടുത്തോണ്ട് പോയി. എൻ്റെ ഇമെയിലിൻ്റെ പാസ്വേഡ് അവർ ചോദിച്ചു, അതും ഞാൻ കൊടുത്തു. കാരണം എനിക്ക് ഒളിക്കാനായിട്ട് യാതൊന്നും ഇല്ലായിരുന്നു. ചിന്തിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്ക് ഇതിൽ സംശയിക്കാൻ എന്തുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവർ തന്നെ അങ്ങ് നിർത്തിയത്. പിന്നെ എന്തെങ്കിലും ഒരു പഴി എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ആത്മഹത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതിനും തെളിവൊന്നും കിട്ടിയില്ല. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് താങ്കൾക്ക് അറിയാമോ? നോക്കൂ, അൺഫോർച്ചുനേറ്റ്ലി കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നന്നായിട്ടല്ല നടന്നത്. പിന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ക്ലോസ് ആയ ചാപ്റ്ററാണ്. അങ്ങനെ തന്നെ ഇരിക്കണം ഇത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റ്, പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തി, അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടെല്ലാം വായിച്ചു നോക്കിയിട്ട് മന്ത്രിക്ക് ബന്ധപ്പെട്ടവർക്കെല്ലാം ഒരു ലെറ്റർ എഴുതി. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലും കിട്ടിയിരുന്നു. പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ഷോക്കിംഗ്, ദ പോസ്റ്റ്മോർട്ടം ഈസ് നോട്ട് എ ഫിഷിംഗ് എക്സ്പെഡിഷൻ. അദ്ദേഹം പറഞ്ഞു, ഈ കാണുന്ന പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ മീഡിയയിൽ റിവീൽ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ് അവർ ആലോചിക്കാഞ്ഞത്? പക്ഷേ ഇത്രയൊക്കെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും അതിൻ്റെ മുകളിൽ ഒരു ദിവസം ചിലപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ ആക്റ്റീവാണ് പബ്ലിക്കിൽ. എൻ്റെ പബ്ലിക് ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന് അതും മോശമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ തന്നെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി, അതിൻ്റെ 0.01% പോലും ഇല്ല ഈ വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ ഇത്രയും കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് ഇറ്റ്സ് അൺഫെയർ ടു മീ. താങ്കൾ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. കാരണം താങ്കളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, സുനന്ദയെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് താങ്കൾ 7.5 വർഷം എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ താങ്കൾ പബ്ലിക്കിന് വേണ്ടി സേവനം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ലിമിറ്റിൽ നിന്ന് ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കേണ്ടതായി വന്നു. താങ്കളുടെ സെന്റിമെന്റിനെ ഞാൻ മതിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്കറിയാവുന്നിടത്തോളം ഈ കാര്യത്തിൽ താങ്കൾ കോടതിയിൽ നിരപരാധിയെന്ന് തെളിയിക്കപ്പെട്ടു. ആപ്കി അദാലത്തിലും നിരപരാധിയെന്ന് തെളിയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.